5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമെന്ന എക്സിറ്റ് പോളുകൾ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് മുന്നണിയും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും അധികാരത്തിലെത്തുമെന്നും സർവേകൾ പറയുന്നു. അസമിൽ ഇത്തവണ BJP അധികാരത്തിലെത്തും. പുതുച്ചേരിയിൽ ഇത്തവണ കോൺഗ്രസ് DMK സഖ്യം അധികാരത്തിലെത്തുമെന്നും വിവിധ എക്സിറ്റ് പോളുകൾ പറയുന്നു. കേരളത്തിൽ ഇടതുതരംഗം ആഞ്ഞടിക്കുമെന്നാണ് പുറത്തുവന്ന 5 എക്സിറ്റ് പോളുകളിൽ 4 പ്രവചിക്കുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ 43% വോട്ടുകൾ നേടി 140-ൽ 88 മുതൽ 101 സീറ്റുകൾ വരെ LDFന് പ്രവചിക്കുന്നു. 35% വോട്ടുകൾ നേടുന്ന UDFന് 38 മുതൽ 48 വരെ സീറ്റുകൾക്കാണ് സാധ്യത. BJPക്ക് 0 മുതൽ 3 വരെ. 35% പേർ VSനെയും 34% ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു. ടൈംസ് നൗ സീ വോട്ടർ സർവേ LDFന് 74 മുതൽ 82 സീറ്റ് വരെയും UDFന് 54 മുതൽ 62 വരെയും BJPക്ക് പരമാവധി 4 സീറ്റ് വരെയും സാധ്യത കൽപ്പിക്കുന്നു. LDF 75, UDF 57, BJP 8 എന്നാണ് ന്യൂസ് ടുഡേസ് ചാണക്യയുടെ പ്രവചനം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആർക്കും കൃത്യമായ മേൽക്കൈ ഉണ്ടാകില്ലെന്ന് പ്രവചിക്കുന്നു ന്യൂസ് നാഷൻ എക്സിറ്റ് പോൾ. LDFന് 67-71, UDFന് 68-72, BJPക്ക് 0 മുതൽ 2 വരെ സീറ്റുകളാണ് സർവേ കണക്കുകൂട്ടുന്നത്. CPIM കോൺഗ്രസ് സഖ്യത്തിന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്ന് വിലയിരുത്തപ്പെടുന്ന ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് 153 മുതൽ 253 വരെ സീറ്റുകളാണ് വിവിധ സർവേകൾ നൽകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 104 സീറ്റുകൾ നേടിയിരുന്ന കോൺഗ്രസിനും ഇടതുമുന്നണിക്കും ഇക്കുറി 70 മുതൽ 136 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. എന്നാൽ 38 സീറ്റുകളിൽ ഇടത് കോൺഗ്രസ് സഖ്യം ഒതുങ്ങുമെന്ന് ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ വിലയിരുത്തുന്നു. തമിഴ്നാട്ടിൽ 106 മുതൽ 140 സീറ്റുകൾ വരെ നേടി DMK AIADMK സർക്കാരിനെ വീഴ്ത്തുമെന്ന് 4 സർവേകൾ പ്രവചിക്കുന്നു. ജയലളിതയ്ക്ക് 89-നും 101-നുമിടയിൽ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. അസമിൽ സർബാനന്ദ് സോനോവാൾ നേതൃത്വം നൽകിയ BJP സഖ്യം 126-ൽ 93 സീറ്റുകൾ വരെ നേടി 4-ാം ഊഴം തേടിയ തരുൺ ഗൊഗോയ് സർക്കാരിനെ വീഴ്ത്തും. പുതുച്ചേരിയിൽ ഭരണകക്ഷിയായ ANR കോൺഗ്രസിൽ നിന്ന് 20 സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് DMK സഖ്യം അധികാരം സ്വന്തമാക്കുമെന്നാണ് പ്രവചനം. റിപ്പോർട്ടർ, ദില്ലി.